Hey guys, welcome back to my channel Shafna's World. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുട്ടി ബ്ലോഗറാണ്. എൻ്റെ വാവൻ്റെ ചോറ് കൊടുക്കൽ ചടങ്ങിൻ്റെ വീഡിയോസാണ്. അപ്പോൾ നമ്മൾ വീട്ടുകാർ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളിത് നോമ്പിനാണ് ചോറ് കൊടുക്കുന്നത്. കാരണം നോമ്പിന് നമ്മൾ പാല് മാത്രമായിട്ട് പറ്റൂല, വാവയ്ക്ക് വിശക്കും. അതുകൊണ്ട് നമ്മൾ ഇതാക്കി. അപ്പോൾ രാവിലെ തന്നെ ഒരു 11 മണിയാകുമ്പോൾ നമ്മൾ കുടിപ്പിച്ച് ഉറക്കി. പിന്നെ ഒരു 3 മണിയാകുമ്പോൾ നമ്മൾ വാവനെ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയാക്കി. അപ്പോൾ ഉറക്കത്തിൽ നടത്തതിന് നല്ല കരച്ചിലായിരുന്നു. ഒരു ചെറിയ ബ്ലോഗോടെയാണ് ഇന്ന് വാവേൻ്റെ ചോറുടുക്കലാണ്. അപ്പോൾ ഇത് നോമ്പിനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് വലുതായിട്ട് ഫങ്ഷനൊന്നുമില്ല, ചെറുതായിട്ട് നമ്മളൊരു കടുവപ്പള്ളി നിന്നുണ്ട്, അവിടെ പോയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് എടുക്കാം. ഇന്ന് ഉണ്ടാക്കുന്ന പായസം ഇതാണ്, വാവയ്ക്ക് കൊടുക്കുന്ന പായസം. വാവയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുക്കറിൽ നല്ലോണം വേവിച്ചെടുത്ത് വലിയ പാത്രത്തിൽ തേങ്ങാപ്പാലിൻ്റെ ലാസ്റ്റ് പാലാണ് വേവിക്കുന്നത്. പിന്നെ ഇത് ശർക്കര ഉരുക്കാനുള്ളതാണ്. ഓൾറെഡി ശർക്കര ഒഴിച്ചു, പക്ഷെ അതിൽ മധുരം പോരാൻ വേണ്ടിയിട്ട് വീണ്ടും എടുക്കണം. അപ്പം ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ ലേറ്റായിപ്പോയി. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ വേവിച്ചുകൊണ്ട് തിളപ്പിച്ചുകൊണ്ട് ഇതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അത് കട്ടയില്ലാണ്ടിരിക്കുന്നത് നല്ലത് പായസത്തിന്. ഞാൻ ഇതിനെ മധുരക്കഞ്ഞി എന്നാണ് പറയാറ്. നിങ്ങളെന്ത് പറയുന്നതെന്ന് കമൻസ് ഇടാം. അങ്ങനെ ഇതൊക്കെ ഒടിച്ചെടുത്ത് അങ്ങനെ നമ്മൾ തേങ്ങാപ്പാലിന് ഫസ്റ്റ് പാൽ ഒഴിച്ച് അതുപോലെ ശർക്കര ബാക്കി ഉരുക്കിയത് ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കും. എന്നിട്ട് കട്ടയുണ്ടെങ്കിൽ നല്ലോണം ഒടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ പായസം ഫൈനൽ സ്റ്റേജിലെത്തി. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇത് മാറ്റി വെക്കും. ഇത് വാവയ്ക്ക് കൊടുക്കാനുള്ളതും പിന്നെ നമ്മൾ വീട്ടുകാർക്ക് ഫാമിലിക്കൊക്കെ കൊടുക്കാനുള്ളതാണ്, അടുത്ത വീട്ടുകാർക്കൊക്കെ. അങ്ങനെ ഇത് റെഡിയായി. അങ്ങനെ ഞാൻ അപ്പുറം പോയി വരുമ്പോഴേക്ക് ബിരിയാണീൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇവർ ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ സവാള ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോഫ്റ്റായപ്പം തക്കാളി ഇട്ട് പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിൽ ഇപ്പോൾ ഇടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും അതിട്ടിട്ട് കുറച്ച് വഴറ്റും. എന്നിട്ട് ടൊമാറ്റോ എല്ലാം ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ നല്ല വഴറ്റിയെടുക്കും. അപ്പോൾ അതിലെന്തൊക്കെ ഇട്ടെന്ന് വെച്ചാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തൈര്, മല്ലിയില, മഞ്ഞൾപ്പൊടി, ഇത് ഇത്ര ഇട്ട് മാഗ്നേറ്റ് ആക്കി കുറച്ചേരം വെച്ചിരുന്നതാണ് ഫ്രിഡ്ജിൽ. എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് ഒന്ന് വേവാൻ വെക്കാം. അപ്പോഴേക്ക് ഞാൻ പെട്ടെന്ന് പോയി റെഡിയായി വരട്ടെ കേസ്. അപ്പോൾ നമ്മൾ ഈവനിങ് ആണ് ഇറങ്ങുന്നത്. പകൽ ടൈം ഫുഡ് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഈവനിങ് 6 o'clock ഇവിടുന്ന് ഇറങ്ങുന്നത്. നമുക്ക് ബാങ്ക് കൊടുത്തിട്ടായിരിക്കും ഭാവിക്ക് എന്തായാലും ഫുഡ് കൊടുക്കുന്നത്. ഇത് കൊടുത്തിന് മുമ്പ് അവിടെ എത്തണം. എന്നിട്ട് നമ്മൾ നോമ്പൊക്കെ മുറിച്ചിട്ടാണ് നമ്മൾ വാവയ്ക്ക് ഫുഡ് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് വെയിറ്റിങ്ങിലാണ്. വാവ ഉമ്മാൻ്റെ കയ്യിൽ ഇങ്ങനെ ബിരിയാണിയും പായസവും എടുത്തേക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഉമ്മാൻ്റെ കയ്യിൽ കുറേ നേരം ഇങ്ങനെ ഇരുന്നുകൊണ്ടുണ്ടായിരുന്നു. ആ നേരത്ത് ഞാൻ പോയി പെട്ടെന്ന് ഒരുങ്ങിയിട്ട് വന്നു. അപ്പോൾ ഉറക്കം വരികയാണ്. ഉറക്കത്തു നിന്ന് പെട്ടെന്ന് എടുത്തിട്ട് പോകുന്നതിനൊക്കെ ഉണ്ടാണ്. ജ്യൂസ് അങ്ങനെ നമ്മൾ ഇതൊക്കെയാണ് എടുത്തിട്ട് പോകുന്നത്. അങ്ങനെ കാറോടെ വന്ന് പിന്നെ ഇക്കൻ്റെ അനിയനൊക്കെ ഉണ്ടാണ്. അനിയനും മിക്കവും ഞാനും ഉപ്പൊക്കെയാണ് പോകുന്നത്. പിന്നെ നോമ്പ് അതിനെക്കൊണ്ട് ഉമ്മാവും
അനിയത്തിയൊന്നും ആരും വന്നില്ല. നമ്മൾ മാത്രം പോയിട്ട് പെട്ടെന്ന് ഫുഡും കൊടുത്തിട്ട് വരും. അങ്ങനെ നമ്മൾ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടൊരു 5 minutes ആയി. അപ്പോൾ തന്നെ ബ്ലോക്കൊക്കെ തുടങ്ങി. നമ്മൾ ബാങ്ക് കൊടുക്കുന്ന മുമ്പ് എത്തുമെന്ന് അറിയില്ല. എന്നാലും നമ്മൾ ഫുഡൊക്കെ കരുതിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഫുഡ് കൊടുക്കുന്ന 5 monthsലാണ് ബേബിക്ക്. നോർമലി നിങ്ങൾ മാക്സിമം 6 months ആയിട്ട് കൊടുക്കുക. അപ്പോൾ എത്താനായി. അങ്ങനെ ഈ ഫസ്റ്റ് ഒരു പള്ളി കഴിഞ്ഞ് അങ്ങനെ നമുക്ക് കടുവപ്പള്ളിൻ്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലെത്തിയിട്ട് കറക്റ്റ് 2 minutes ആകുമ്പോൾ തന്നെ ബാങ്കൊക്കെ കൊടുത്ത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തായാലും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, അത് എടുത്ത് നോമ്പ് മുറിച്ചിട്ട് തന്നെ പോവാന്ന്. അങ്ങനെ നമ്മൾ നോമ്പ് മുറിച്ച് അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവരൊക്കെ പോയി കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ പള്ളിയിൽ ഒരു കഞ്ഞിയും പയറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോർമലി കഴിക്കാറില്ല, ഫസ്റ്റായിട്ട് ട്രൈ ആക്കി. നല്ല ചൂടോടെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അവരൊക്കെ നിസ്കരിക്കാൻ പോകുന്ന ടൈമിൽ ഞാനും വാവ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ വാവേൻ്റെ അടുത്ത് എത്തി. ഉപ്പ ഫുഡ് ഫസ്റ്റ് കൊടുക്കുകയാണ് വാവയ്ക്ക്. കയ്യിൽ നല്ലോണം നല്ലിച്ച. അങ്ങനെ ഉപ്പ എല്ലാവരും കൂടി ഓരോരു തുള്ളി ഇട്ട് കൊടുത്ത്. പക്ഷെ മൊത്തം തുപ്പി ഫസ്റ്റ് ടൈം കൊടുക്കുന്നുണ്ട്. അതന്നെ അങ്ങനെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. രസം കിട്ടിയില്ല, കുറച്ച് കഴിയുമ്പോൾ നല്ല ഇതാണ്. പൊന്നുണി വിട്ടുണി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വാവയ്ക്ക് കൊടുത്തു കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് കുറച്ച് ഇറങ്ങിയിട്ട് ഇങ്ങെത്തുമ്പോൾ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഇറങ്ങി നമ്മൾ നോമ്പ് തുറന്നപ്പാട് ജ്യൂസും ഫ്രൂട്ട്സും മാത്രം കഴിച്ചതിനെ കൊണ്ട് അവർ ചായയൊക്കെ കുടിക്കാൻ പോയി. അങ്ങനെ അവർ ചായ കുടിക്കുന്ന നേരം ഞാനും ബാബയും മാത്രം ഇങ്ങനെ കാറിലിരുന്നു. ഞാൻ ചായ കുടിക്കാറില്ല. അങ്ങനെ വീട്ടിലേക്ക് എത്താനായി. അങ്ങനെ വീട്ടിലെത്തി. വീട്ടിൽ പൊളി ബിരിയാണി ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിക്കാൻ എല്ലാവരും ഇരുന്ന്. പിന്നെ ചാക്ക് ചവറ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും മുകളിൽ ഇട്ടില്ല. ഓൾറെഡി നമ്മൾ ബിരിയാണിയിൽ എല്ലാ കാര്യങ്ങളൊക്കെ മിക്സഡ് ആയിരുന്നു. അതൊന്നും വീഡിയോസ് എനിക്ക് കറക്റ്റ് എടുക്കാൻ പറ്റിയില്ല, എല്ലാം തിരക്കായിരുന്നു. അങ്ങനെ നമ്മളൊക്കെ ഫുഡും കഴിച്ച് ബാവയ്ക്ക് പായസം കൊടുത്ത് ജസ്റ്റേക്ക്. വീട്ടിലെത്തിയിട്ട് അപ്പുറം വീട്ടുകാർക്കൊക്കെ പായസം കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് എന്നിട്ട് നമ്മളും ബിരിയാണി കഴിക്കാൻ ഇരുന്ന്. അങ്ങനെ നമ്മൾ ബിരിയാണി കഴിച്ച് വാവയ്ക്ക് പായസം കൊടുത്ത്
അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.